സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അത്രേ. കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കേട്ടിരുന്ന ഒരു വചനവാക്യങ്ങളായിരുന്നു. എന്നാൽ കാലങ്ങൾ മുന്നോട്ട് പോയി, എല്ലാവരും ഉന്നതിയിലെത്തി. ഇപ്പോൾ ഈ വാക്യം കേരളത്തിന്റെ ഒരു കരയിലും കേൾക്കുവാൻ കഴിയുന്നില്ല. പണ്ടൊക്കെ ഇതിന് പരസ്പരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് വലിയ കൺവെൻഷനൊക്കെ മാറി. എന്നാൽ പണ്ടത്തെ ആ ഒരു ചെറിയ പരസ്യോഗത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ യുവസന്നതരായിരിക്കാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പേ. ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ പുള്ളിയാണ് എവിടെ ഇരിക്കുന്നതാ വീണ്ടും അവസരത്തിലേക്ക് ഒരു പുള്ളി വേണ്ടിയായിരുന്നു. എന്റെ വലിയ ഉദ്ദേശം നിർത്തിക്കേ. ഓ സ്നേഹം ഞങ്ങൾക്കൊക്കെ ഉണ്ടെന്നേ. ഞാൻ എന്റെ ഭാര്യ എത്രയോ സ്നേഹിക്കുന്നത്. ഞങ്ങളിവിടെ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിച്ച് എന്റെ മണ്ണായ പരിശുദ്ധ ദൈവമേ, നിത്യനായ കർത്താവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രദേശത്ത്, അനുഗ്രഹിക്കപ്പെട്ട ഈ മക്കൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങേ ഉയർത്തുവാൻ അങ്ങ് തരുന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. നല്ല ദേശത്ത് നല്ലതുപോലെ താമസിക്കുന്ന ഭാഗത്ത് ഞങ്ങൾക്ക് കടന്നു വരുവാൻ കർത്താവ് അവസാന ഒരു പാട്ട് പാടി നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. വരുവീനി നല്ല സമയം യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴുവിന്നാളല്ല നിന്നാളാ ഭാരത്തോടെ നീ കഴിയുകയോ. വാഴ്വിന്നാളെല്ലാം വിന്നാളാ ഭാരത്തോടെ നീ കഴിക്കുകയോ. വന്നിടുവൻ എല്ലാ നല്ല പരിസരവാസികൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുകയാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് സത്യവും ലോകക്കാർ വിശ്വസിക്കുന്നതുമായ ദൈവത്തിന്റെ വചനത്തെ ഇന്നു രാത്രി ഞങ്ങൾക്കിവിടെ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സഹോദര ഒരു നിമിഷം ക്ഷമിക്ക്, ഒരു നിമിഷം സഹോദര, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ. ഞങ്ങൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ ഉടനെ പോകും. ഞങ്ങൾ സ്നേഹിച്ച, ഞങ്ങൾ പ്രാപിച്ച, ഞങ്ങൾക്ക് വേണ്ടി മറുപടിയായി കൊടുത്ത
ഞങ്ങളെ വീണ്ടെടുത്ത, ഞങ്ങളെ പാപത്തിൽ നിന്ന് ഉദ്ധരിച്ച ഒരു യേശുവിനെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ലോകത്തിൽ ഒരിക്കൽ പാപികളായിരുന്ന ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. മാനവരാശിക്ക് വേണ്ടി മരിച്ചു. അവരുടെ പാപത്തിന് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. ഈ സന്തോഷ വാർത്ത ഞങ്ങൾ അറിയുകയും ഞങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്തപ്പോൾ പാപിയായിരുന്ന, ഒരു നാളിൽ മദ്യപാനിയായിരുന്ന എന്നെയും എന്റെ കുടുംബത്തെയും യേശു വിടുവിക്കുവാനിടയായി തീർന്നു. ഒരുപക്ഷെ ഇവിടെയുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ സമാധാനമില്ലാതെ ഞാൻ പല ബ്രാൻഡിനുകയായിരുന്നു പറഞ്ഞു വരുന്നത്. ഞാൻ ഇന്ന് കർത്താവായ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ബ്രാൻഡിനെ ഉയർത്തുവാനിടയായി. യേശുവിനെ ഉയർത്തിയ എവിടെയൊക്കെ ഉയർത്തിയോ അവിടെയൊക്കെ പല ബ്രാൻഡുകളും ചെറുതായി മാറുന്നത് കാണുവാൻ യേശു ഞങ്ങൾക്ക് സഹായിച്ചു. ഞങ്ങൾ പറഞ്ഞതിന്റെയും ഞങ്ങളുടെ സന്തോഷത്തിന്റെയും താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ, ഒരു നാളിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ലോകത്തിൽ ഞങ്ങൾ അടിമയായി ലോകത്തിന്റെ ചിന്താഗതികൾക്ക് ഞങ്ങൾ ഓടി നടന്ന കാലയളവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സമാധാനം ലഭിക്കും, എപ്രകാരം ലഭിക്കുമെന്ന് ഞങ്ങൾ പലതിലും ആശ്രയിച്ചു. വൈദ്യരിൽ ആശ്രയിച്ചു, ഒരു സെക്കൻഡ്. നിങ്ങൾ കല്യാണത്തിന് പോയാലും ശവടത്തിന് പോയാലും സമയം പാലിക്കാറിയത്തില്ലേ? ഞങ്ങൾ പറയുന്ന യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരൊറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല സുഹൃത്തെ. നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങളെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങളെ ഞാൻ പറഞ്ഞയക്കത്തുള്ളൂ. എന്തായാലും നിങ്ങൾ അടിക്കുന്നതിന് മുമ്പ് ഈ സത്യാവസ്ഥ ഒന്ന് കേൾക്കൂ. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾ ജോലി കഴിഞ്ഞ് കിട്ടുന്ന ശമ്പളവുമായി നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. നിങ്ങളെ നോക്കിയിരിക്കുന്ന ഭാര്യ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. എന്നാൽ നിങ്ങൾ ആവശ്യത്തിന് മദ്യവും കഴിച്ച് അവൻ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ നിങ്ങളെല്ലാം ചെലവഴിച്ച് മദ്യക്കുപ്പിയിലും മദ്യഷാപ്പിലും കൊടുത്ത് നിങ്ങൾ കടന്നു വന്നു. അവൻ വീട്ടിൽ ഒരു നേരത്തെ ആഹാരമില്ല, അവൻ വസ്ത്രങ്ങളില്ല, അവർക്ക് സന്തോഷമില്ല, അസമാധാനത്തിന്റെ ദിവസങ്ങളാണ് ഓരോ ദിവസവും ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകലിൽ ഇവിടെ ഞാൻ യേശുവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളെ ഈ മധ്യാസനത്തിൽ നിന്ന്, ഈ വിപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ അവൻ യേശു എന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുവാനിടയായി തീർന്നു. മാനവരാശിയുടെ പാപത്തിന് നമ്മുടെ ഈ മദ്യം കഴിക്കുക എന്ന് പറയുന്നത് ഇതൊരു പാപപ്രവൃത്തിയാണ്. ഇതിൽ നിന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുവാൻ ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും. ഇന്ന് എങ്ങനെ എനിക്ക് ഇതിനകത്തു നിന്ന് രക്ഷ പ്രാപിക്കാം എന്ന് നിങ്ങൾ സുബോധമുള്ള സമയത്ത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾക്ക് ആർക്കും ഒരു മറുപടിയും നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിഞ്ഞിട്ടുണ്ടാവത്തില്ല. എന്നാൽ സുഹൃത്തെ, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രധാന കാലം, സുപ്രധാന ദിവസം, ഈ സമയം നീ ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു നിന്നെ സൗഖ്യമാക്കുകയും യേശു നിന്റെ പാപത്തെ ക്ഷമിക്കുകയും ചെയ്യും. നിനക്ക് നല്ലൊരു കുടുംബ ജീവിതവും എന്റെ യേശു വാഗ്ദത്തം ചെയ്യുവാൻ ഇടയായി തീരും. ഇന്ന് നീ ആയിരിക്കുന്ന ഈ വിപത്തിൽ നിന്നും ഈ ആപത്തിൽ നിന്നും നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഇന്ന് രാത്രി നീ മനസ്സിലാക്കിക്കൊള്ളുക. നമുക്ക് വേണ്ടി മരിച്ച് അവസാന തുള്ളി രക്തം വരെയും കാൽവരിയുടെ കൊലക്കളത്തിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ഒരുവൻ തകർക്കപ്പെടുവാനിടയായി തീർന്നു. അവന്റെ പേരത്രേ യേശു. അവൻ ഇന്നും ജീവിക്കുന്നു. സ്നേഹിത, നിങ്ങൾക്ക് വേണ്ടിയും എനിക്കും വേണ്ടിയുമാണ് അവൻ ഇന്നും മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ എനിക്ക് വന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ചെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അപ്രകാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഈ പറയുന്ന യേശുവിനെ സ്നേഹിക്കുവാനും ഈ പറയുന്ന യേശുവിന്റെ പാത പിൻപറ്റുവാനും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ വീട്ടിനകത്തും ഈ യേശു വരുവാനിടയായി തീരും. യേശു എവിടെയൊക്കെ കടന്നു ചെന്നിട്ടുണ്ടോ
അവിടെയൊക്കെ സമാധാനവും സന്തോഷവും അവരുടെയൊക്കെ വീടുകളിലും അവരുടെ ഭവനങ്ങളിലും അനുഭവിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന യേശുവിനെ ഞാൻ ഇന്ന് രാത്രി ഇന്ന് പകലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ ഈ യേശുവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവൻ ഒരു സമയം ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഈ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പാപത്തിൽ നിന്നും ഒരു ഉദ്ധാരണം യേശു തരുവാനിടയായി തീരും. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രദേശത്തെ കടന്നു വരുവാൻ അവൻ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അവസരത്തിനായി സ്തോത്രം. പ്രിയ മകനെ പരിചയപ്പെടുവാനും അവൻ ഇവിടെ നിന്ന് അവൻ താനായിരിക്കുന്ന അവസ്ഥയിൽ അവൻ തന്റെ ദൈവത്തോട് ഏറ്റു പറഞ്ഞ് തന്റെ പാപത്തിൽ നിന്ന് അവൻ പിന്മാറി യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന നിന്റെ മകനോട് ദൈവം കരുണ തോന്നേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇവന്റെ പാപപ്രവൃത്തിയിൽ നിന്നും ദൈവം ഇവനെ വിടുവിക്കുമാറാകണം. ഇവന്റെ എല്ലാ പൈശാചിക മേഖലകളിലും ദൈവാത്മാവ് തൊടണമേ കർത്താവേ. ഇവന്റെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. യേശു വീട്ടിൽ ഉള്ളിൽ കടന്നു ചെന്നപ്പോൾ ആ വീട്ടിൽ സന്തോഷം വന്നു എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ കാണുന്നത് പോലെ ഇന്ന് പകലിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ മകന്റെ വീട്ടിലും ഈ മകന്റെ ഹൃദയത്തിലും ഇവന്റെ കുടുംബത്തിലും യേശുവിന്റെ സാന്നിധ്യം കടന്നു ചെല്ലട്ടെ. അവൻ സമാധാനം കൊണ്ട് നിറയ്ക്കണം. ഇവനൊരു പാപിയാകുന്നു ഏറ്റു പറയുന്നല്ലേ കർത്താവേ. ഇവനോട് മനസ്സറിയണമേ, ഇവനോട് കരുണ തോന്നുമാരകണേ കർത്താവേ. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് പകലിൽ ഈ വചനം വെച്ചടിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവനോട് തോന്നുന്ന കരുണയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇവന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുന്നു. അവൻ ദൈവത്തിന്റെ സാന്നിധ്യം കൂടിയിരിക്കണം. ഇന്നു മുതൽ ഇവനെ യേശുവിന്റെ മകനായി ഞാൻ വേർതിരിക്കുന്നു കർത്താവേ. രക്തത്താൽ മുദ്ര വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവന്റെ മേൽ ഇന്നു മുതൽ വർഷിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനി മുതൽ ഈ മധ്യാസക്തിയിൽ നിന്ന് ഈ പൈതലിനെ വിടുവിക്കുമാറാകണം, ദാസനെ വിടുവിക്കുമാറാകണം. അടുത്ത ദിവസങ്ങളിൽ യേശുവിനെ ഉയർത്തുന്ന ഒരു മകനായി ഒരു കുടുംബമാക്കി ദൈവം മാറ്റുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. വീട്ടിൽ വരുമോ? തീർച്ചയായും ഞങ്ങൾ വീട്ടിൽ വരും. ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കും. യേശു അത്ഭുത സൗഖ്യം തരും. നിന്റെ മധ്യാസക്തിയിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. നിന്റെ കുടുംബത്തിനെ ദൈവം അനുഗ്രഹിക്കും. നിനക്ക് നല്ല ഭാവിയുണ്ട്. നിനക്ക് നിന്റെ തലമുറകൾക്ക് ഭാവിയുണ്ട്. നീ മദ്യം കഴിക്കുന്നത് നിർത്തു. ഇന്നുകൊണ്ട് നിർത്തു. യേശുവിനായി ജീവിക്കാൻ നീ തീരുമാനമെടുക്കും. ദൈവം നിന്നെ കപ്പയും മീനും ഒന്നും വേണ്ട. നമുക്ക് നിന്റെ വീട്ടിൽ ഞാൻ വരാം, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ ഒന്നും തന്നില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളത് ചെയ്യും. എന്താനന്ദം എനിക്കെന്താനന്ദം യേശുവിൻ കൂടെയുള്ള വാസം. ഓ ചിന്താ